പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, ചെല്ലാനത്ത് ഇന്നലെ ഉണ്ടായ കാറ്റിൽ നിന്ന് വെളുപ്പിന് 2 മണിക്കുണ്ടായ കാറ്റിൽ 3 വീടുകൾ തകർന്നുപോയി. ആ വീടുകൾ പുനർനിർമ്മിച്ച് നൽകാൻ 24 തീരുമാനിച്ചു. അപ്പോൾ ആ 24 സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിൽ ആശ്രയിക്കുന്ന പ്രശസ്ത ബിൽഡേഴ്സായ അസറ്റ് ഹോംസ് അവർ ഈ വീടുകൾ നിർമ്മിച്ച് എത്രയും ജീവിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാക്കാൻ കഴിയും എന്ന് അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ വി സുനിൽകുമാർ എന്നോട് ടെലിഫോണിൽ പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ടെലിഫോണിൽ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ സുനിൽകുമാർ. അങ്ങേക്ക് അറിയുന്ന പോലെ ഈ ചെല്ലാനത്ത് 3 കുടുംബങ്ങൾ വല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ റിപ്പോർട്ടർ ആൻ മരിയ അവിടെ ചെന്നപ്പോൾ അവർക്ക് ഒട്ടും താമസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വീടുകളായിട്ട് ഇത് 3 മാറി. അത് പുനർനിർമ്മിച്ച് നൽകാൻ നമ്മൾ പറഞ്ഞു. അങ്ങയുടെ സഹായം നമ്മൾ തേടുകയാണ്. ഞാൻ ടെലിഫോണിൽ പറഞ്ഞതുപോലെ അങ്ങേക്കിത് പെട്ടെന്ന്, അങ്ങേ ഒരു പ്രശസ്ത ബിൽഡറാണ്, അങ്ങേക്കിത് പെട്ടെന്ന് അവരുടെ വീട് നിർമ്മിച്ച് നൽകി അവരുടെ ജീവിതം സാധാരണ നിലയിലാക്കാൻ പറ്റും. ഗുഡ് മോർണിംഗ്. SKN പറഞ്ഞതുപോലെ ഈ വിവരം ഞാനിപ്പോ കുറച്ച് സമയം മുമ്പ് അറിഞ്ഞോളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണെന്നുള്ളത് മനസ്സിലാക്കുന്നു. അപ്പോ അസറ്റ് ഹോംസിന്റെ ഒരു എഞ്ചിനീയറിംഗ് ടീമിനെ നമ്മൾ ഇന്ന് അവിടേക്ക് അയക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ദേ വിൽ റീച്ച് ദെയർ. മേ ബി ഒരു 2 മണിക്കൂറിന് അവരവിടെ എത്തുമായിരിക്കും. അവരാദ്യം ഒന്ന് പരിശോധിക്കട്ടെ, എന്താ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റാന്നുള്ളത് നോക്കട്ടെ. എത്രയും പെട്ടെന്ന് അവർക്ക് ആ വീടുകൾ പുനർനിർമ്മിച്ച് നൽകി അവർക്ക് അവിടെ തിരികെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ സന്തോഷമുള്ളൂ. അത് പ്രത്യേകിച്ച് ഫ്ലവേഴ്സ് സ്റ്റാൻഡുമായിട്ട് ചേർന്ന് നമ്മൾ ഇത്തരം വീടുകൾ നിർമ്മിക്കുന്ന ഒരു പദ്ധതി ആക്റ്റീവായിട്ടുള്ള സമയത്ത് ഏതായാലും നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ദുര്യോഗം ഉണ്ടായപ്പോൾ അതിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് സഹകരിക്കാം കേട്ടോ. താങ്ക് യു ശ്രീ വി സുനിൽകുമാർ. അസറ്റ് ഹോംസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ വി സുനിൽകുമാറാണ് ടെലിഫോൺ ലൈൻ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയറിംഗ് ടീം അല്പസമയത്തിനകം ഏതാണ്ട് പരമാവധി 2 മണിക്കൂറിനുള്ളിൽ അവിടെ ചെല്ലാനത്ത് എത്തുകയും ആ വീടുകൾ നിർമ്മിച്ച് നൽകാനുള്ള ആദ്യപടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യും. ആൻമരിയ സണ്ണി കൂടി ചെല്ലാനത്തൊന്ന് ചേരുന്നു. ആൻമരിയ, ഈ 3 വീടുകളും നമ്മൾ എത്രയും പെട്ടെന്ന് നിർമ്മിച്ച് നൽകാൻ വേണ്ടി അസറ്റ് ഹോംസിൻ്റെ എഞ്ചിനീയറിംഗ് സംഘം ചെല്ലാനത്തെത്തും എന്ന് ഈ 3 വീട്ടുകാരെയും അറിയിച്ചേക്കുക. അതുപോലെ അവർക്ക് രാവിലെ എനിക്ക് വേണ്ട ഭക്ഷണത്തിനൊക്കെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ നൽകാനും ആൻമരിയെ ഞാൻ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഈ വിവരങ്ങൾ അവർക്ക് കൈമാറണം. പറയൂ ആൻമരിയ. എസ്കാൻ, ഉറപ്പായിട്ടും ഭക്ഷണത്തിന്റെ കാര്യം ഇതിനോടകം തന്നെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. തൊട്ടടുത്തുണ്ടായിരുന്ന ഹോട്ടലിൽ ചെന്ന് നമ്മൾ ഭക്ഷണം, അവർക്ക് രാവിലത്തേക്കൊക്കെയുള്ള ഭക്ഷണം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതും നമ്മൾ റെഡിയാക്കി. അവിടെയും ഈ പാചകവാതക പ്രതിസന്ധി അതൊരു വലിയ പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത് കൊണ്ടുള്ളൊരു താമസമുണ്ട്. പക്ഷേ അരമണിക്കൂറിനുള്ളിൽ ഭക്ഷണത്തിന്റെ കാര്യം ക്ലിയർ ആകും. നമുക്ക് ഈ അസറ്റ് ഹോംസിന്റെ കാര്യം അത് നമുക്ക് ഇവരോടൊന്ന് അറിയിക്കാം. നമ്മൾ അല്പം മാറിയാണ് നിൽക്കുന്നത്. നമുക്ക് ജിനു തന്നെ എല്ലാവരെയും അറിയിക്കും. ജിനുവിനോട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ പറയാം. അസറ്റ് ഹോംസിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം അല്പസമയത്തിനുള്ള ഏകദേശം കൂടിപ്പോയ 1-1.5 മണിക്കൂർ ആ സമയത്തിനുള്ളിൽ ഇവിടെ എത്തും. സ്ഥിതികളൊക്കെ നിരീക്ഷിക്കും. അതിനുശേഷം എത്രയും വേഗം വീട് വെച്ച് കൊടുക്കും എന്നവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. വളരെയധികം സന്തോഷമാണ്. കാരണം ഒരു ദുരന്തമുണ്ടായത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. അതുപോലെ ഈ ഒരു സഹായം ഉണ്ടായതും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയാണ്. ഒരുപാട് പേര് വന്ന് കണ്ടുപോയി ഞങ്ങളുടെ ദുഃഖത്തിലൊക്കെ പങ്കുചേർന്നെങ്കിലും ഇപ്പോഴാണ് ഞങ്ങളുടെ ദുഃഖത്തിന് ശരിക്കും ഒരു വിരാമമായത്. ഇപ്പോൾ ഈ അസറ്റ് ഹോംസിനും അതുപോലെ തന്നെ ഇതിന് മുൻകൈയെടുത്ത ശ്രീകണ്ഠൻ നായർ സാർക്കും 24 ചാനലിനും വളരെയധികം നന്ദി പറയുകയാണ്. അവരുടെ വരവും കാത്ത് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകുകയാണ്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ ഏകദേശം 40 പേർക്കുള്ള ഭക്ഷണവും ഇന്നത്തേക്ക് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനും പ്രത്യേക ഒരു നന്ദി പറയുകയാണ്. പാർപ്പിടവും ഞങ്ങൾക്കുള്ള ഭക്ഷണവും തന്നതിന് എല്ലാവിധത്തിലുള്ള നന്ദി അറിയിക്കുന്നു. അങ്ങനെ തന്നെയാണ്. 5 വീടുകളാണ് തകർന്നത്. അതിൽ 3 വീടുകളാണ് ഒട്ടും താമസയോഗ്യമല്ലാത്ത രീതിയിൽ പൂർണ്ണമായിട്ട് തകർന്നു കിടക്കുന്നത്. എന്തായാലും വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.